വീണയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ആ സമയത്ത് ഹാജരാവുക, മൊഴി നൽകുക, നിയമപരമായി നേരിടുക എന്നത് തന്നെയാണ് മുന്നിലുള്ള പോംവഴി. അതെ, അതിനപ്പുറം എന്താ ചെയ്യാൻ പറ്റുക? രാഷ്ട്രീയ പ്രതിരോധം തീർക്കണമെങ്കിൽ അതിനകത്ത് പിണറായി വിജയൻ കൂടി കണക്റ്റായി വരണം. അത് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമപരമായി അതിനെ നേരിടുക എന്നുള്ളതാണ്. അത് വീണ നിയമപരമായി നേരിട്ട് ഇത് നമ്മൾ SFI അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് വീണ ഈ വിഷയത്തിൽ നിയമപരമായി നേരിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതിയിലടക്കം സമീപിച്ചുകൊണ്ട് SFIയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി നൽകിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ അങ്ങനെ ഒരു നിയമപരമായ നടപടിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ പോകാതിരിക്കാൻ കഴിയില്ല. കാരണം CMRലാണ് വിവിധ ഘട്ടങ്ങളിൽ ആ ഹർജികൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വീണയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്ക അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായി നേരിടാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. 12-ാം തീയതി രാവിലെ 10:30 കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നുള്ളതാണ് ആ നോട്ടീസിൽ പറയുന്ന പ്രധാനപ്പെട്ട ആ കാര്യം. അപ്പോൾ ചോദിച്ചറിയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായേക്കും. ഇവരെ ഒരുമിച്ചിരുത്തിയായിരിക്കുമോ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മൊഴിയെടുക്കുക എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ശരണസ് കർത്തയും ശശിധരൻ കർത്തയൊക്കെ അവർക്കും എല്ലാം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർക്കും അതേ ദിവസം ഹാജരാകാൻ വേണ്ടിയാണ് നോട്ടീസ് നൽകിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ അതിനകത്തൊരു വ്യക്തത ഉണ്ടാകുമെന്നായിരിക്കുമോ ചിലപ്പോൾ അവർ കരുതുന്നത് എന്ന കാര്യം കൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവർ ഇടി അടങ്ങിയിരിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം അന്ന് ഇവിടെ നടന്ന സംഭവങ്ങൾ അത് ചെറുതല്ലാത്ത ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ഈ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ റെയ്ഡ് നടത്തി പോകുമ്പോഴും അങ്ങനെ പ്രതിഷേധമൊന്നും അവർ നേരിട്ടിട്ടില്ല. രാഷ്ട്രീയമായ വിമർശനങ്ങൾ നേരിട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അല്ലായിരുന്നു. ഇതവർ ആ ഉദ്യോഗസ്ഥരെ ആകെ 3 വണ്ടിയിലേക്ക് വരുമ്പോൾ 3 വണ്ടിയും തകർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് വല്ലാത്ത ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കിയിരിക്കാം. അതുകൊണ്ട് കുറച്ചുകൂടി വാശിയോടുകൂടി അവർ ഈ കേസിനെ സമീപിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വീണ അതിനെ നിയമപരമായി നേരിടുമോ? ഇപ്പോൾ വെള്ളിയാഴ്ച ഹാജരാവാൻ വേണ്ടി പറയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വീണ തിരിച്ചറിയിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. വല്ല തിരക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ ഒഴിവാക്കാം. കാരണം നേരത്തെയൊക്കെ CPMന്റെ നേതാക്കന്മാർക്ക് നോട്ടീസ് വരുന്ന സമയത്ത് ഐസക്കിന്റെ കാര്യം എടുത്താൽ പോലും, മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഐസക്കിന്റെ കാര്യം എടുത്താൽ പോലും പാർട്ടി അതിനകത്തൊരു തീരുമാനമെടുത്തിരുന്നു ഐസക്ക് ഹാജരാകേണ്ടതില്ല എന്ന്. അതിനു മുമ്പ് ഇപ്പോൾ ഇന്നോ നാളെയോ ഇനി വീണ ഈ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമോ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ളൊരു വ്യക്തത വരും സമയങ്ങളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ വീണ വെള്ളിയാഴ്ച ഹാജരാകണം, 10:30 ED ഓഫീസിൽ ഹാജരാകണമെന്നുള്ള സമൻസ് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വീണയെ കൂടാതെ മറ്റു ആളുകൾക്കും അത് CMRലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൂടി സമൻസ് ലഭിച്ചിട്ടുണ്ട്. വീണ, ശശിധരൻ കർത്ത, അദ്ദേഹം CMRL MD ആണ്. ശരൺ എസ് കർത്ത CMRLന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറാണ്. സുരേഷ് കുമാർ CMRLന്റെ ചീഫ് ജനറൽ മാനേജർ എന്നിവർ ഉൾപ്പെടെയുള്ള 9 പേർക്കാണ് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED സമൻസ് അയച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാസപ്പടി കേസിൽ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് ED നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം വീണയെ അടക്കം ചോദ്യം ചെയ്തേക്കാനുള്ള സാധ്യതകൾ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ അന്വേഷണം തുടരരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL ഹൈക്കോടതിയിൽ നൽകിയ ഹർജി അത് ഹൈക്കോടതി നിരാകരിക്കുകയും അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് വ്യക്തമാക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതിനോടൊപ്പം നോക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് EDക്കെതിരെയുണ്ടായ ആക്രമണങ്ങളും അതിനുശേഷം ഉണ്ടായ പ്രതിഷേധങ്ങൾക്കുമൊക്കെ ഒടുവിൽ ED ഡയറക്ടർ തന്നെ കൊച്ചിയിലെത്തുകയും ഉന്നതതല യോഗം ചേരുകയും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ EDയും കേസിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മാത്രമല്ല, വളരെയധികം ശക്തമായി തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങൾ കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണയെ സംബന്ധിച്ചിടത്തോളം ഇനി നിയമപരമായി നടപടികൾ നേരിടുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് വെള്ളിയാഴ്ച ഹാജരാകുമോ, മറ്റെന്തെങ്കിലും കാരണം പറയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത് വീണ എന്ന വ്യക്തിക്കെതിരെയുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ വീണ ഈ കേസ് അവരുടെ സ്വന്തം കഴിവിൽ തന്നെ നേരിടുക എന്നുള്ളതായിരിക്കണം പാർട്ടി എടുക്കുന്ന തീരുമാനമെന്ന് അറിയുന്നു. മുൻപ് ഈ റെയ്ഡുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് CPMനൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ടി വന്നത് അതിൽ പിണറായി വിജയൻ കൂടി അവിടെ ഉൾപ്പെട്ടു എന്നുള്ളത് കൂടിയാണ്. അതിനടക്കം പിണറായി വിജയനെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന കേന്ദ്ര ഏജൻസികളുടെ നീക്കമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രതിരോധം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സേഫ് നൽകുന്നത്. എന്തായാലും 10:30 വെള്ളിയാഴ്ച 10:30 വീണ ഹാജരാകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്.